നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോത്താരി കമ്മീഷനിലോട്ട് വരുന്നത്. അപ്പോൾ ഓരോ കമ്മീഷന്റെയും ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രത്യേകം നമ്മൾ അറിയണം. ബിക്കോസ് നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ ഈസിയാണ്, പക്ഷെ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഏത് കമ്മീഷനാണ് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇത് കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷനാണ്, അവർക്ക് അവരുടേതായ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ടാകും, നിങ്ങളത് റിവൈസ് ചെയ്യണം. പിന്നെ പറഞ്ഞു മുതലിയാർ കമ്മീഷൻ, അവർ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, എന്താണ് അവർ ഹൈലൈറ്റ് ചെയ്തത്. ഇപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന പേരിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു ടേം കിട്ടുമല്ലോ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, ഇന്നത്തേത് കോത്താരി കമ്മീഷനാണ്. ഈ കമ്മീഷന്റെ ഇയർ എന്ന് പറയുന്നത് 1964 to 1966 ആണ്. കോത്താരി 60s കേട്ടോ. കോത്താരി, ഇവിടെ ഒരു 6, ഈ 6ആയിട്ടൊക്കെ ഒന്ന് കണക്ട് വയ്ക്കുക. കോത്താരി അല്ലെ, 6 കോത്താരി കമ്മീഷനിൽ അല്ലേ, രാധാകൃഷ്ണൻ കമ്മീഷൻ കമ്പയർ ചെയ്യില്ലേ. കോത്താരി ഒരു 6 എൻഡിൽ വരുന്നത്, 6 ഈ കമ്മീഷൻ. 64, 66 ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ നാളെ നമുക്കൊരു എല്ലാം കൂടെ ഇയർ ഒക്കെ ആയിട്ടൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം കോത്താരി 6 എൻഡിൽ 6 ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഓർക്കും. അതുകൊണ്ടാണ് ചെറിയൊരു ടിപ്സ് അങ്ങനെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു കേട്ടോ, ആ സെൻസിലെടുക്കുക. അപ്പോൾ കോത്താരി കമ്മീഷൻ 1964 to 66 ആണ്, 64, 66 ആണ്. ഈ കമ്മീഷന്റെ ചെയർമാന്റെ പേര്, ഓഫ് കോഴ്സ് കമ്മീഷന്റെ ചെയർമാന്റെ പേരിലാണല്ലേ കമ്മീഷന്റെ പേര് വരുന്നത്. അപ്പൊ എന്താണ് പേര്? ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി എന്നാണ്. കോത്താരിയാണ് ചെയർമാൻ, അതുകൊണ്ടാണ് കോത്താരി കമ്മീഷന്റെ പേര് വന്നിട്ടുള്ളത്. അദ്ദേഹം വലിയ ആളാണ്, ദൗലത് സിംഗ് കോത്താരി. ഇദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയിലെ സയന്റിഫിക് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹമാണ് ഡിഫൻസ് സയൻസിന്റെ ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്നത്. ഹീസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഡിഫൻസ് സയൻസ് എന്നാണ്. ഡിഫൻസ് സയൻസിന്റെ ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി ആണ്. ഓക്കെ, ദെൻ ഹി വർക്ക്ഡ് അണ്ടർ ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചെറിയ ആളൊന്നും അല്ല, വലിയ ആളാണ്. എഡ്യൂക്കേഷനിസ്റ്റ് ആണ് അദ്ദേഹം. ദെൻ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഡിഗ്രി ഫിസിക്സിലാണ് നേടിയിട്ടുള്ളത്. Then he was a chairman of UGC from 1969 to 73. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ 69 മുതൽ 73 വരെയുള്ള കാലഘട്ടത്തിലെ ചെയർമാനുമായിരുന്നു ആര്? കോത്താരി. ഇപ്പൊ കോത്താരിനെ പറ്റി പറഞ്ഞ് ഇദ്ദേഹം UGC ചെയർമാൻ ആയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1969 to 73 UGC ചെയർമാൻ ആയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഡിഗ്രി കെമിസ്ട്രിയിലാണ്. ശരിയാണോ തെറ്റാണോ? കെമിസ്ട്രി അല്ല, തെറ്റാണ്. ഡോക്ടറേറ്റ് ഡിഗ്രി ഫിസിക്സിലാണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. ഡിഫൻസ് മിനിസ്ട്രിയിൽ സയന്റിഫിക് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് സയൻസിലെ ആർക്കിടെക്ട് ഓഫ് ഡിഫൻസ് സയൻസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത് 14 ജൂലൈ 1964 1964 ജൂലൈ 14 ഈ ഒരു കമ്മീഷൻ, കോത്താരി കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ജൂലൈ 14, 1964 ഈ കമ്മീഷൻ 1964 ഒക്ടോബർ 2 വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1964 ഗാന്ധി ജയന്തി അന്നാണ് ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് 1966 ജൂൺ 29 അതാണ് 64 to 66 ആ ഒരു ഇയർ അങ്ങനെ വരുന്നത്. 64 ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്ത് 66 ജൂൺ 29 ഈ ജൂൺ മാസത്തിലാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അല്ലേ. അപ്പൊ ജൂൺ 29 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, കൺട്രീസ് ലൈക്ക് UK, USA, USSR, യുനെസ്കോ ഒക്കെ ഇവർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ് UK, USA, USSR, പിന്നെ യുനെസ്കോയുടെ സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. ഇറ്റ് റിവ്യൂഡ് ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ ഓൾ ആസ്പെക്ട്സിനെ ഇവർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ റിക്കമെൻഡേഷൻ, ഒരു ഇന്നർ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും അല്ലേ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊരു പേര് ഈ കമ്മീഷനുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊരു പേരുണ്ട്. കോത്താരി കമ്മീഷൻ എന്നൊരു പേരുണ്ട്. ബിക്കോസ് ഇവർ ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ സ്റ്റഡി ചെയ്തിട്ടാണ് ഇവർ റെക്കമെൻഡേഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പേരിൽ തന്നെ ഒരു പേരുണ്ട് അല്ലെ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഇതൊക്കെ സെയിം കമ്മീഷനാണ്. അപ്പോൾ ഇവരിങ്ങനെ 64 ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്ത് 66 ജൂൺ 29 സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഈ പറഞ്ഞ 13 വിഷയങ്ങളിലാണ്. എന്തൊക്കെയാണ് ഇവിടെ റെക്കമെൻഡേഷൻസ് നോക്കാം. സയൻസ് എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അച്ചീവിംഗ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ, ലാംഗ്വേജ് പോളിസി, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡൈനാമിക്സ്, റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ, എക്സാമിനേഷൻ റീഫോംസ്, adult literacy of education, development of quality of textbooks,
ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റേറ്റ്സ്, റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സ്. അപ്പോൾ 13 വിഷയങ്ങളിലാണ് ഇവർ റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. സയൻസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, സയൻസ് എഡ്യൂക്കേഷൻ. വർക്ക് എക്സ്പീരിയൻസ് അവിടെ വരുന്നുണ്ട്, വർക്ക് എക്സ്പീരിയൻസ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരുന്നുണ്ട്. ഇനി അച്ചീവിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ലാംഗ്വേജ് പോളിസി, ലാംഗ്വേജ് പോളിസി മിക്ക കമ്മീഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ലാംഗ്വേജ് പോളിസി. എലാസിറ്റി ആൻഡ് ഡൈനാമിക്സ്. റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അല്ലേ. ദെൻ എക്സാമിനേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, എക്സാമിനേഷൻ റീഫോംസ്. അഡൽട്ട് ലിറ്ററസി ഓഫ് എഡ്യൂക്കേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്സ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റേറ്റ്സ്, റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു 1 by 1 ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് റെക്കമെൻഡേഷൻ, സയൻസ് എഡ്യൂക്കേഷൻ. സയൻസ് ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഓൾ സ്കൂൾ എഡ്യൂക്കേഷൻ. എല്ലാ സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിരിക്കണം ഇത് സയൻസ്. നമ്മൾ അങ്ങനെ തന്നെയല്ലേ, സയൻസ് ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ അത് തന്നെയാണ് പറഞ്ഞത്, ഓൾ സ്കൂൾ എഡ്യൂക്കേഷനിലും സയൻസ് ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിരിക്കണം. യൂണിവേഴ്സിറ്റി ലെവൽ ഇറ്റ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ആൻഡ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ സയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് തന്നെ പഠിക്കണം. യൂണിവേഴ്സിറ്റി തലത്തിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് വേർഷനിലോട്ട് പോകണം, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന തലത്തിലേക്ക് സയൻസിനെ എത്തിക്കണം. അപ്പോൾ സ്കൂൾ ലെവലിൽ സയൻസ് മസ്റ്റ് ആയിട്ടും ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് തന്നെ കൊണ്ടുവരിക. അത് യൂണിവേഴ്സിറ്റി തലത്തിലോട്ട് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സയൻസിലെ റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ ചെയ്യുന്ന അത്രയും ഒരു പ്രാധാന്യം സയൻസിന് വേണമെന്ന് ഈ ഒരു കമ്മീഷൻ എടുത്ത് പറയുന്നു. ഇനി രണ്ടാമത്തേത് വർക്ക് എക്സ്പീരിയൻസ് പല സ്കൂളിലും ഒരു പാർട്ടാണ് അല്ലെ. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസിന് ഇവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദിസ് കൈൻഡ് ഓഫ് പ്രോഗ്രാം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ് പ്രോഗ്രാംസ്. ഇവർ പറയുന്നത് സ്കൂൾ പ്രോഗ്രാംസിലും കോളേജ് പ്രോഗ്രാംസിലും ഒക്കെ വർക്ക് എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ദ സ്റ്റുഡൻസ് ദേ ക്യാൻ ലേൺ ഹൗ ടു ഡു തിങ്സ് ഇൻ റിയൽ സെറ്റിംഗ്സിൽ ഇവർക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ടെക്നിക്കൽ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ എക്സെട്ര. ഇപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ മാത്രമല്ല, ഈവൻ അഗ്രികൾച്ചർ എഡ്യൂക്കേഷനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പറയുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പം കൊച്ചു ക്ലാസ്സിലൊക്കെ ചില സ്കൂൾസിൽ സ്റ്റിച്ചിങ്, തുന്നൽ പഠിപ്പിക്കും അല്ലെ, ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കില്ലേ. അതേപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ വർക്ക് എക്സ്പീരിയൻസിനെ കൺസിഡർ ചെയ്യണമെന്നും. ഇപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ അവർ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പഠിക്കുമല്ലോ. അതേപോലെ തന്നെ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുക. ടെക്നിക്കൽ സ്കൂൾസ് ഉണ്ടല്ലോ, പിന്നെ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് സിലബസിന്റെ ഭാഗമാക്കണം എന്നുള്ള രീതിയിലാണ്. ഇനി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇത് വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തന്നെയാണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയാണ്. നീഡ് ഓഫ് ദ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി സ്റ്റേജ്. ഞാൻ ഈ രണ്ടിട്ടിരുന്ന സെക്കൻഡറി എന്നാണ്. സെക്കൻഡറി സ്റ്റേജിൽ എന്ത് വേണം? വൊക്കേഷണലൈസേഷൻ വേണം. പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൾ ഓവർ ദ കൺട്രി. രാജ്യം മുഴുവനും പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവരണം. അപ്പോൾ എല്ലാവർക്കും ഒരു വൊക്കേഷണലൈസ്ഡ് ആയിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കിട്ടും. വൊക്കേഷണൽ കോഴ്സസ് കുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് ദ ലോവർ ആൻഡ് ഹയർ സെക്കൻഡറി ഡ്യൂറേഷൻ ഫ്രം 1 to 3 years. അപ്പോൾ വൊക്കേഷണൽ കോഴ്സസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എവിടെ? ലോവർ ആൻഡ് ഹയർ സെക്കൻഡറി ഡ്യൂറേഷൻ തന്നെ. ലോവർ ആൻഡ് ഹയർ സെക്കൻഡറി ഡ്യൂറേഷൻ ഫ്രം 1 to 3 years. 1 വർഷം തൊട്ട് 3 വർഷം വരേക്കും ഡ്യൂറേഷൻ വരുന്ന. 1 വർഷം ആകുമ്പോഴത്തേക്കും ലോവർ, പിന്നെ 3 years വരെ അത് സെക്കൻഡറി ലെവലിൽ, ഹയർ സെക്കൻഡറി ലെവലിൽ. അപ്പോൾ ലോവർ ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലും 1 to 3 years ഡ്യൂറേഷൻ വരുന്ന വൊക്കേഷണൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ചില കോഴ്സസ് 1 year, ചില കോഴ്സ് 2 year, ചില കോഴ്സ് 3 year. അങ്ങനെ 1 year to 3 year ഡ്യൂറേഷൻ വരുന്ന ലോവർ ആൻഡ് ഹയർ സെക്കൻഡറി ഡ്യൂറേഷൻ വരുന്ന കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. മനസ്സിലായല്ലോ? ഇനി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വൊക്കേഷണൽ കോഴ്സസ് ടു മേക്ക് യൂത്ത് ഫോർ എംപ്ലോയ്മെന്റ് റെഡി ആൻഡ് ദേ എംഫസൈസ് മെയിൻലി ഓൺ അഗ്രികൾച്ചർ ആൻഡ് ടെക്നിക്കൽ ഫീൽഡ്. ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു വൊക്കേഷണലൈസേഷൻ കൊണ്ടുവരുന്നത്? ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മെയിൻലി എന്തിനാണ്? അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ യൂത്തിനെ അവരെ എന്താക്കുക?
തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുക, യൂത്തിനെ എംപവർ ചെയ്യാം, മേക്ക് യൂത്ത് ഫോർ എംപ്ലോയ്മെന്റ് റെഡി. അവർ നാളെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ജോലി റെഡി ആയിരിക്കണം. അപ്പൊ അതിനുള്ള എന്തെങ്കിലും അവർ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങട്ടെ എന്നുള്ളതാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് റെഡി ആക്കുക. ദ എംഫസിസ് മെയിൻലി അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് ടെക്നിക്കൽ ആൻഡ് അഗ്രികൾച്ചർ ഫീൽഡിൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു 75% എംപ്ലോയ്മെന്റ് കൃഷിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഫീൽഡിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്താ പറയുന്നത്? രാജ്യമൊട്ടാകെ പോളിടെക്നിക്കൽ സ്കൂൾസ് വരണം. സ്കൂൾസിൽ തന്നെ കുട്ടികളെ സെക്കൻഡറി സ്റ്റേജിൽ അവരെ വൊക്കേഷണലൈസേഷൻ കൊണ്ടുവരണം എന്ന് പറയുന്നു. പിന്നെ വൊക്കേഷണൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോവർ ആൻഡ് ഹയർ സെക്കൻഡറി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 to 3 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സസ് കൊടുക്കുക. മെയിൻലി യൂത്തിനെ എംപ്ലോയ്മെന്റ് റെഡി ആക്കുക. അഗ്രികൾച്ചർ ഫീൽഡും ടെക്നിക്കൽ ഫീൽഡുമാണ് ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഒബ്ജക്റ്റീവ്, അടുത്തൊരു റെക്കമെൻഡേഷൻ, അച്ചീവിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ. അച്ചീവിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, സാമൂഹികവും ദേശീയവുമായ ഒരു ഇൻ്റഗ്രേഷൻ. ഇത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഖണ്ഡത എന്ന് പറയില്ലേ, ഒരു ഒരു ഒത്തൊരുമ എന്ന് പറയില്ലേ, അത് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ദർ ഷുഡ് ബി എ കോമൺ സ്കൂൾ സിസ്റ്റം, നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എക്സെട്ര. അതായത് ഒരു കോമൺ സ്കൂൾ സിസ്റ്റം വേണം, എല്ലാവർക്കും ഒരേ സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പം കാശുള്ള ആളുകൾ പഠിക്കുന്ന വേറെ സിലബസ്, കാശ് കുറഞ്ഞ ആളുകൾ പഠിക്കുന്ന വേറെ സിലബസ്, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റുള്ള ആളുകൾ പഠിക്കുന്ന വേറെ സിലബസ്, ലോവർ കാസ്റ്റ് വേറെ സിലബസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ വരികയാണ് അല്ലേ. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് കാസ്റ്റിൻ്റെ ബേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സാമ്പത്തിക നിലവാരത്തിൻ്റെ ബേസിലായിക്കോട്ടെ, ഇതിനൊന്നും ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ പഠിക്കുന്ന, എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ സിസ്റ്റം വേണമെന്ന് കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു അല്ലേ. നല്ലൊരു റെക്കമെൻഡേഷൻ. ദെൻ എഡ്യൂക്കേഷൻ ഷുഡ് ഇൻക്ലൂഡ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് മോറൽ വാല്യൂസ്. സോഷ്യൽ സ്ട്രക്ചറൽ ആൻഡ് മോറൽ വാല്യൂസ്. എഡ്യൂക്കേഷൻ ഷുഡ് ഇൻക്ലൂഡ് സോഷ്യൽ സ്ട്രക്ചറൽ ആൻഡ് മോറൽ വാല്യൂസ്. എഡ്യൂക്കേഷൻ എന്തൊക്കെ കൊണ്ടുവരണം? സോഷ്യൽ വാല്യൂസ്, സാമൂഹികമായ ചില മൂല്യങ്ങളുണ്ടല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില വാല്യൂസ്, സ്ട്രക്ചറൽ വാല്യൂസ്, മോറൽ വാല്യൂസ്. ഓക്കെ, നല്ല ധാർമ്മികതയൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. കാരണം വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ചില എത്തിക്സ്, ചില മൂല്യങ്ങൾ അല്ലെ, മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കണം. അപ്പം അതൊക്കെ ഇവിടെ വേണമെന്ന് പറയുന്നു. ത്രൂ പ്രോപ്പർ കരിക്കുലം ഇൻ ദ സ്കൂൾസ്. അതെങ്ങനെ? സ്കൂൾസിൽ പ്രോപ്പർ കരിക്കുലത്തിൽ കൂടെ തന്നെ, സ്കൂളിലെ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെ സോഷ്യൽ വാല്യൂസ്, അവരെ മോറൽ വാല്യൂസ്, സ്ട്രക്ചറൽ വാല്യൂസ് ഒക്കെ പഠിപ്പിക്കണമെന്ന് കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. എഡ്യൂക്കേഷൻ ഷുഡ് ഇൻകൾക്കേറ്റ് സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് മോറൽ വാല്യൂസ് ത്രൂ പ്രോപ്പർ കരിക്കുലം ഇൻ ദ സ്കൂൾസ്. പിന്നെ പറയുന്നു സോഷ്യൽ വാല്യൂസ്, ഈ പറഞ്ഞത് തന്നെ സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് മോറൽ വാല്യൂസ് കരിക്കുലം വഴി തന്നെ കുട്ടികളിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നു. സ്റ്റുഡൻസ് ഷുഡ് ബി മോട്ടിവേറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് വിത്തിൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. സ്കൂൾസിലും കോളേജസിലും ഒക്കെ കുട്ടികളെ മാക്സിമം കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പം മാക്സിമം കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലെല്ലാം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല മൂല്യമുള്ള, നല്ല സോഷ്യലി, അതുപോലെ തന്നെ സ്ട്രക്ചറൽ വാല്യൂസ്, നല്ല സ്പിരിച്വൽ വാല്യൂസ് ഒക്കെയുള്ള നല്ല കുട്ടികളാക്കി സൃഷ്ടിച്ച് അത് കരിക്കുലത്തിൽ കൂടെ തന്നെ അവർക്ക് ആ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ എല്ലാം കൊടുത്ത് എല്ലാ സ്കൂൾസിലും ഒരു കോമൺ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാണ്ട് എത്ര മനോഹരമായ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ കോത്താരി കമ്മീഷൻ പറയുന്നത്. അച്ചീവിങ് സോഷ്യൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നാണ് ആ ഒരു റെക്കമെൻഡേഷൻ പറയുന്നത്. അടുത്തത് ലാംഗ്വേജ് പോളിസിയാണ്. ഇവർ പറയുന്ന ലാംഗ്വേജ് പോളിസി. അപ്പോൾ ഓരോ കമ്മീഷനിലും ലാംഗ്വേജിൻ്റെ പോളിസി ഒരു വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ ഒരു 3 ലാംഗ്വേജ് സിസ്റ്റമാണ് ഈ കമ്മീഷൻ പറയുന്നത്. നമ്മൾ മുന്നേ ഒരു കമ്മീഷൻ പഠിച്ചപ്പോൾ 5 ലാംഗ്വേജ് സിസ്റ്റം പറഞ്ഞല്ലോ. 5 ലാംഗ്വേജ് മദർ ടങ് വേണം, പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ് അല്ലേ, മദർ ടങ്, ഹിന്ദി, ഇംഗ്ലീഷ്, ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്, അങ്ങനെ 5 ലാംഗ്വേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ആ 5 ലാംഗ്വേജസ് ഏതൊക്കെയാണ്? മദർ ടങ്, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്. 5ാമത്തെ ഏതാണെന്ന് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യണം. അത് ഏത് കമ്മീഷനാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നോക്കട്ടെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്. ഇല്ലെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന 3 ലാംഗ്വേജാണ് പറഞ്ഞത്. ഏതായിരിക്കും 3 ലാംഗ്വേജ്? സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾക്കൊക്കെ 3 ലാംഗ്വേജ് അറിയില്ലേ? അറിയില്ലേ മീൻസ് അറ്റ്ലീസ്റ്റ് കേട്ടാലും എഴുതാനും വായിക്കാനും 3 ലാംഗ്വേജ് നമുക്കൊക്കെ അറിയില്ല. ഏതൊക്കെയാണ്? നമ്മുടെ മാതൃഭാഷ അറിയാം മലയാളം, നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനറിയാം, എഴുതാനറിയാം, ഹിന്ദിയും അത്യാവശ്യം സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വായിക്കാനും എഴുതാനും അറിയാം അല്ലേ. അത്ര തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ മദർ ടങ്, പക്ഷേ ഇവർ പറയുന്നത് മദർ ടങ് ഷുഡ് ബി കമ്പൽസറി ലോവർ പ്രൈമറി സ്റ്റേജ്. ലോവർ പ്രൈമറി സ്റ്റേജിൽ മദർ ടങ് മാത്രമേ കമ്പൽസറി ആക്കാവുള്ളൂ.
അല്ലാണ്ട് ഹിന്ദി കമ്പൽസറി ആയിട്ട് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം നിർബന്ധിക്കരുത്. ലോവർ പ്രൈമറിയിൽ മദർ ടങ് മാത്രം കമ്പൽസറി ആക്കുക. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരെണ്ണം ഹയർ പ്രൈമറിയിൽ കൊണ്ടുവരിക. ഹയർ പ്രൈമറിയിൽ ഇപ്പോൾ ലോവർ കഴിഞ്ഞിട്ട് ഹയർ പ്രൈമറി സ്റ്റേജിൽ വരുമ്പോൾ ഐദർ ഹിന്ദി ഒരു ഇംഗ്ലീഷ് ഒരു സെക്കൻഡറി ലാംഗ്വേജും കൂടി മാതൃഭാഷയോടൊപ്പം കമ്പൽസറി ആക്കുക. ഇനി ലോവർ സെക്കൻഡറിയിൽ ഓൾ 3 ലാംഗ്വേജസ്. ഇപ്പോൾ ലോവർ സെക്കൻഡറി എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക ഹയർ പ്രൈമറി കഴിഞ്ഞിട്ടാണ് ലോവർ സെക്കൻഡറി വരുന്നത്. അപ്പോൾ ആദ്യം പ്രൈമറി ലെവലാണ്. പ്രൈമറി ലെവൽ 2 ഉണ്ട്, പ്രൈമറി ലെവലും ഹയർ പ്രൈമറി ലെവലും. അപ്പോൾ പ്രൈമറി ലെവലിൽ ലോവർ പ്രൈമറി ലെവലിൽ ലോവർ പ്രൈമറി ലെവലിൽ മദർ ടങ് മാത്രം. ഹയർ പ്രൈമറി ലെവലാകുമ്പോൾ മദർ ടങ്ങിൻ്റെ കൂടെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം പ്രൈമറി കഴിഞ്ഞു. ഇനി സെക്കൻഡറി പോവാണ്. സെക്കൻഡറി പോകുമ്പോഴും ഉണ്ട് ലോവർ സെക്കൻഡറി ഹയർ സെക്കൻഡറി. ലോവർ സെക്കൻഡറിയിൽ ഓൾ 3 ലാംഗ്വേജസ് 3 ലാംഗ്വേജും ലോവർ സെക്കൻഡറിയിൽ വരുന്ന ഏതൊക്കെയാണ്? മദർ ടങ്ങും ഹിന്ദിയും ഇംഗ്ലീഷും. എനി 2 കമ്പൽസറി ലാംഗ്വേജ് ആയിട്ട് ഹയർ സെക്കൻഡറി. ഇനി ലോവർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ 2 കമ്പൽസറി ആക്കുക. എനി 2 കമ്പൽസറി ആക്കുക. അപ്പോൾ മദർ ടങ് ഓൾറെഡി പ്രൈമറി ലെവലിൽ കമ്പൽസറി ആക്കാൻ പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു സെക്കൻഡറി ലാംഗ്വേജ് വരുന്നത് ഹയർ പ്രൈമറിയിലാണ് സെക്കൻഡറി ലാംഗ്വേജിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ലോവർ സെക്കൻഡറിയിലാണ് 3 ലാംഗ്വേജ് വരുന്നത്. എന്നിട്ട് 2 ലാംഗ്വേജ് കമ്പൽസറി ആക്കുന്നത് ഹയർ സെക്കൻഡറി സ്റ്റേജിൽ. നോ ലാംഗ്വേജ് ഷുഡ് ബി കമ്പൽസറി ആയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റേജിൽ പോകുമ്പോൾ ഒരു ലാംഗ്വേജ് കമ്പൽസറി ആക്കണ്ട, ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് മാതൃഭാഷ പ്രൈമറി ലെവലിൽ. പിന്നെ 2 ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് ലോവർ സെക്കൻഡറി ലെവലിൽ. യൂണിവേഴ്സിറ്റി ലെവലിൽ ഒന്നും കമ്പൽസറി ആക്കാൻ പറയുന്നില്ല. അപ്പോൾ 3 ലാംഗ്വേജസ് ആണ് ഈ കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡൈനാമിക്സ്. ഇതിലെന്താ പറഞ്ഞത്? ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡൈനാമിക്സ് ഇവർ പറയുന്നത് ചേഞ്ച് ഇൻ കരിക്കുലം, അതുപോലെ ചേഞ്ച് ഇൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. കരിക്കുലത്തിൽ ചേഞ്ച് കൊണ്ടുവരണം, ടീച്ചിങ് മെത്തേഡ്സിൽ ചേഞ്ച് കൊണ്ടുവരണം. ഇലാസ്റ്റിസിറ്റി അല്ലേ, ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ മുറുകെ പിടിച്ചിരിക്കേണ്ട ഇലാസ്റ്റിക് പോലെ ഒന്നും ആയില്ല. കരിക്കുലത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക, ടീച്ചിങ് മെത്തേഡ്സിൽ ചേഞ്ച് വരിക. ലാർജ് പ്രോഗ്രാം ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഫോർ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ടീച്ചേഴ്സിനും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും എന്ത് വേണം? ലാർജ് പ്രോഗ്രാം ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ വേണം. അപ്പൊ എഡ്യൂക്കേഷന്റെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഒക്കെ അതിനുള്ള ഒരു പ്രോഗ്രാംസ് ഒക്കെ ആർക്ക് വേണം? ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ആണ് കേട്ടോ. ആർക്കൊക്കെയാണ്? ടീച്ചേഴ്സിനും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും എന്ത് വേണം? ലാർജ് പ്രോഗ്രാം ഓഫ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ വേണം എന്ന്. ഓക്കെ, ഇനി വിത്ത് ഫുൾ ടൈം പാർട്ട് ടൈം correspondence educational programs should be encouraged. With full time education, part time education, correspondence education, ഈ ഒരു ഫുൾ ടൈം പാർട്ട് ടൈം കറസ്പോണ്ടൻസ് ഒക്കെ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന്. ഓക്കെ, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒരു രീതി മാത്രമല്ല, ഫുൾ ടൈം വേണ്ടവർക്ക് ഫുൾ ടൈം, പാർട്ട് ടൈം വേണ്ടവർക്ക് പാർട്ട് ടൈം, കറസ്പോണ്ടൻസ് ആയിട്ടുള്ളവർക്ക് കറസ്പോണ്ടൻസ്, എങ്ങനെയാണെങ്കിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഷുഡ് ബി എൻകറേജ്ഡ്. അതാണ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇവരുടേത് 7th വൺ, റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ. എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ പോവാ, സ്ട്രക്ചർ ഒന്ന് മാറ്റാൻ പോവാ. എന്താണ് കോത്താരി കമ്മീഷൻ പറഞ്ഞ റെക്കമെൻഡേഷൻ അറിയോ? ഇവരാണ് 10+2+3 പാറ്റേൺ കൊണ്ടുവന്നത്. ഓക്കെ, 10+2+3 പാറ്റേൺ റെക്കമെൻഡേഷൻ കൊടുത്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. നമ്മൾ അങ്ങനെയല്ലേ സ്കൂൾസിലൊക്കെ പഠിക്കുന്നത്? 10th വരെ പഠിക്കുന്നു, +1 +2 പഠിക്കുന്നു, പിന്നെ ഡിഗ്രി പഠിക്കുന്നു. അപ്പോൾ ഇവരതാണ് പറഞ്ഞത്. പിന്നെ ഇവർ പറഞ്ഞു കിൻഡർ ഗാർഡൻ, മോണ്ടിസറി, പ്രീ ബേസിക്സ് എന്നൊക്കെ പറയുന്ന എല്ലാം റീനെയിംഡ് ആസ് പ്രീ പ്രൈമറി. ഇതിനെയൊക്കെ പ്രീ പ്രൈമറി ആക്കുക. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, കുട്ടി കിൻഡർ ഗാർഡനിലാണോ, കുട്ടി മോണ്ടിസറി അല്ലെങ്കിൽ പ്രീ ബേസിക് ക്ലാസ്സിലാണോ, അതിന് പ്രീ പ്രൈമറി എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉള്ളത് ലോവർ പ്രൈമറിയിൽ LP സ്കൂളുകൾ നമ്മുടെ ഇവിടെ ഉള്ളത് ലോവർ പ്രൈമറിയാണ് 1 to 4 വരെ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് വരെ 5, 6, 7 നമ്മളുടെയൊക്കെ സിസ്റ്റം അങ്ങനെയായിരുന്നു. 5, 6, 7 അപ്പർ പ്രൈമറി, പിന്നെ 8, 9, 10 എന്താണ് ഹൈസ്കൂൾ. ആ രീതിയിലല്ലേ. LP സ്കൂളാണ് 4 വരെ, 5, 6, 7 UP സ്കൂൾ, 8, 9, 10 ഹൈസ്കൂൾ എന്നാണല്ലോ നമ്മുടെയൊക്കെ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവർ പറഞ്ഞത്, കോത്താരി കമ്മീഷൻ പറഞ്ഞത്. 4ാം ക്ലാസ് വരെ ലോവർ പ്രൈമറി, അപ് ടു 8th and 10th അപ്പർ പ്രൈമറി ഓർ ഹയർ പ്രൈമറി അല്ലെങ്കിൽ ഹൈസ്കൂൾ അങ്ങനെ പറയാമെന്ന്. ഓക്കെ, പിന്നെ +1 +2 ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുക +1 +2നെ. പിന്നെ 3 year കോഴ്സാണ് ഗ്രാജുവേറ്റിലുള്ള. അപ്പം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം ഏത് കമ്മീഷൻ്റെയാണ്? കോത്താരി കമ്മീഷൻ്റെ ആ ഒരു റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രക്ചറാണ് ഈ 10+2+3 എന്ന് പറയുന്നത്. പക്ഷേ ഇത് മാറാൻ പോവാണ് അല്ലേ. ഇപ്പം നമ്മൾ NEP വന്നപ്പോൾ വീണ്ടും ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. NEPയുടെ സ്ട്രക്ചർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, +++ ഇട്ട്, അത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് എന്തെങ്കിലും പഠിക്കാനായിട്ട് നമുക്ക് പഠിക്കണം, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത റെക്കമെൻഡേഷൻ എക്സാമിനേഷൻ റിഫോംസ് ആണ്. എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് ന്യൂ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ആണ് ഇവർ സജസ്റ്റ് ചെയ്തത്. ന്യൂ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ, അതായത് കുട്ടികളെ അസസ് ദ ചൈൽഡ് പ്രോപ്പർലി ആൻഡ് കണ്ടിന്യൂസ്ലി ബൈ മെത്തേഡ്സ്. അതായത് ഇവരെ ചില മെത്തേഡ്സിലൂടെ ഓറൽ ടെസ്റ്റ്, ഒബ്സർവേഷൻ, റിട്ടൺ എക്സാം ആൻഡ് അതർ ആപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഈ 4 മെത്തേഡ്സിലൂടെ
ഒരു പുതിയ രീതിയിലുള്ള ഇവാലുവേഷൻ ഇവർ പറഞ്ഞു. ചുമ്മാ എക്സാം എഴുതി മാർക്കിട്ട് ഇവാലുവേറ്റ് ചെയ്യുക മാത്രമല്ലാണ്ട് എങ്ങനെ ചെയ്യണം, കുട്ടീനെ അസസ് ചെയ്യണം, പ്രോപ്പർലി അസസ് ചെയ്യുക, കണ്ടിന്യൂസ്ലി അസസ് ചെയ്യണം. കണ്ടിന്യൂസ്ലി എങ്ങനെ ഒരു കുട്ടിയെ അസസ് ചെയ്യാം, പല പല മെത്തേഡ്സിലൂടെ. അതായത് ഓറൽ ടെസ്റ്റ് ചോദ്യം ചോദിച്ചുത്തരം പറയിപ്പിച്ച് ഇവാലുവേറ്റ് ചെയ്യാം, ഒബ്സർവേഷൻ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം, റിട്ടൺ എക്സാം നടത്തി ഇവാലുവേറ്റ് ചെയ്യാം, ആൻഡ് അതർ ആപ്ലിക്കേഷൻ മെത്തേഡ്സ്, വേറെ മെത്തേഡ്സിലൂടെയൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് ന്യൂ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ഇവർ പറയുന്നത്. അസസ് എ ചൈൽഡ് പ്രോപ്പർലി ആൻഡ് കണ്ടിന്യൂസ്ലി ബൈ മെത്തേഡ്സ് ഓഫ് ഓറൽ എക്സാം, ഓറൽ ടെസ്റ്റ്, റിട്ടൺ എക്സാം, ഒബ്സർവേഷൻ ആൻഡ് അതർ ആപ്ലിക്കേഷൻ മെത്തേഡ്സ്. ഓക്കെ, ഇനി ഇവരുടെ 9ാമത്തെ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ലിറ്ററസി എഡ്യൂക്കേഷൻ ആണ്. അതിന് വേണ്ടി ഇന്റേണൽ അസസ്മെന്റിനെ പറ്റി ഇവരൊരു കാര്യം പറയേണ്ടി, ഈ എക്സാമിനേഷൻ റിഫോംസിൽ ഇന്റേണൽ അസസ്മെന്റിന്റെ കാര്യം ഇവരെ സജസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ്, ഇന്റേണൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ? ഇറ്റ് ഷുഡ് ബി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ അസസ്മെന്റ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് അക്കാഡമിക് ലൈഫ്. കുട്ടികളുടെ ഒരു അക്കാഡമിക് ലൈഫിന്റെ ഓൾ ആസ്പെക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ഇന്റേണൽ അസസ്മെന്റ് കൂടെ വേണമെന്ന് ഇവർ പറയുന്നുണ്ട്. അതിൽ ബോർഡ് എക്സാം 10th-ലും 12th-ലും മതി എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. കോത്തരി കമ്മീഷനാണ്, കോത്തരി കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 10th-ലും 12th-ലും ആണ് ബോർഡ് എക്സാംസ് ഉള്ളത്. അതുപോലെ ഇന്റേണൽ അസസ്മെന്റ് കൊണ്ടുവരുന്നു. അപ്പോൾ കുട്ടിയുടെ ഹോൾ അക്കാഡമിക് ലൈഫിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും വെച്ചുകൊണ്ട് ഇന്റേണൽ ഇവാലുവേഷൻ കൊണ്ടുവരുന്നു. പിന്നെ ഓറൽ എക്സാം, റിട്ടൺ ടെസ്റ്റ്, ഒബ്സർവേഷൻ, അതർ ആപ്ലിക്കേഷൻ മെത്തേഡ്സ് കൂടെ കുട്ടിനെ കംപ്ലീറ്റ്ലി പ്രോപ്പർലി അവരെ കണ്ടിന്യൂസ്ലി അസസ് ചെയ്യുക. പിന്നെ 10+2+3 പാറ്റേൺ ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് ഈ കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ എക്സാമിനേഷൻ റിഫോംസ് മനസ്സിലായോ? 10th-ലും +2-ലും ആണ് ബോർഡ് എക്സാം ഒരു സജസ്റ്റ് ചെയ്തത്. പിന്നെ ഇന്റേണൽ അസസ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു, ന്യൂ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷനെ പറ്റി പറഞ്ഞു. ഇനി 9ാമത്തേത് അഡൽട്ട് ലിറ്ററസി ഓർ എഡ്യൂക്കേഷൻ ആണ്. അഡൽട്ട് ലിറ്ററസി ഓർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അഡൽട്ട്സിന്റെ ലിറ്ററസി, ആ ഒരു സാക്ഷരത അല്ലെ, വിദ്യാഭ്യാസവും സാക്ഷരതയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാ പറഞ്ഞ് ഇവര് സമസ്ത മേഖലകളിൽ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവർ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഓൾ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ സ്റ്റേറ്റ് ഓർ സെന്റർ ഷുഡ് ഇൻവോൾവ് ഇൻ ലിറ്ററസി പ്രോഗ്രാം എന്ന് അവർ പറഞ്ഞു. ഈ സാക്ഷരതാ പ്രോഗ്രാംസ് ഈ ഇത്രയും നാളുള്ള കമ്മീഷൻസ് യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിൽ അങ്ങനെ സ്കൂൾ തലത്തിൽ മാത്രം നിൽക്കാണ്ട് ഇവർ പറയുകയാണ് സ്കൂൾസ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, സെൻട്രലിന്റെ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, നോൺ ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൾ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഷുഡ് ഇൻവോൾവ് ചെയ്യണം? ലിറ്ററസി പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യണം. എന്തിന്? ഫോർ ഓൾ മെൻ ആൻഡ് വുമൺ ഇൻ ദ കൺട്രി. അവർ ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ്. രാജ്യത്തിലെ എല്ലാ പുരുഷന്മാരെയും സ്ത്രീകൾക്കും അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇൻവോൾവ് ആകണം എന്ന് ആര് പറഞ്ഞു? കോത്തരി കമ്മീഷൻ പറഞ്ഞു. 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ഷുഡ് ബി for individuals who have not attended school or left it after literacy. ഇവർ പറയാണ് 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ കൊടുക്കണം. ഒരു വർഷത്തെ പാർട്ട് ടൈം വിദ്യാഭ്യാസം കൊടുക്കുക. ആർക്ക്? 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് നോട്ട് അറ്റൻഡഡ് സ്കൂൾ ഓർ ലെഫ്റ്റ് ഇറ്റ് ആഫ്റ്റർ ലിറ്ററസി. ഓക്കെ, അതായത് ജസ്റ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് വിട്ടുപോയ ആളുകളുണ്ടല്ലോ, നിർത്തിപ്പോയവർ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഈ കമ്മീഷൻ പറഞ്ഞത്. ഓക്കെ, they should be followed from time to time. അതായത് ഇവരെ എന്നിട്ട് എന്ത് ചെയ്യും? 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരെ ഒക്കെ ലിറ്ററേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എല്ലാവരും ചേർന്ന് ചെയ്യണം. 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ കൊടുക്കണം. നേരത്തെ സ്കൂളിൽ നിന്ന് വിട്ടുപോയവർക്ക് 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ടൈം ടു ടൈം ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം. തുടങ്ങി വെച്ചാൽ പോരാ, ടൈം ടു ടൈം ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഈ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആകൂ എന്ന് കോത്തരി കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ആർക്ക് കൊടുക്കണം? ഫോർ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് നോട്ട് അറ്റൻഡഡ് സ്കൂളിൽ പോകാത്തവർക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഇറ്റ് ആഫ്റ്റർ ലിറ്ററസി, സ്കൂളിൽ പോകാത്തവർക്ക്, അല്ലെങ്കിൽ നേരത്തെ പോയവർ, സ്കൂളിൽ നിന്ന് വിട്ടു പോയവർക്കൊക്കെ 1 year പാർട്ട് ടൈം എഡ്യൂക്കേഷൻ കൊടുക്കണം. അവർ ടൈം ടു ടൈം ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം ഈ ഒരു ക്യാമ്പയിൻ്റെ സക്സസിന് വേണ്ടിയിട്ടെന്ന് ഈ കമ്മീഷൻ പറഞ്ഞു. ഓക്കെ, 10th one ഡെവലപ്മെന്റ് ഓഫ് ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്സ്. ഇവർ പറഞ്ഞു ക്വാളിറ്റിയുള്ള ടെക്സ്റ്റ് ബുക്സിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞത് നിലവിലുള്ള ടെക്സ്റ്റ് ബുക്സ് ആർ നോട്ട് അപ് ടു ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യണം. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ റിക്രൂട്ട് ബെസ്റ്റ് ഓതേഴ്സ്, നല്ല ഓതേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക. ആ നല്ല ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിരിക്കണം. അപ്പം ഗുഡ് ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്സ് ഇറക്കാൻ പറ്റും. അപ്പം നല്ല സബ്ജക്റ്റിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ഓതേഴ്സിനെ കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബുക്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ദ സ്റ്റേറ്റ് ഷുഡ് പബ്ലിഷ് ബുക്സ് ഓൺ നോ പ്രോഫിറ്റ് നോ ലോസ് ബേസ്.
സ്റ്റേറ്റ് പബ്ലിഷ് ചെയ്യണം, നല്ല ഓതേഴ്സിനെ കൊണ്ട് നല്ല ബുക്സ് ഇറക്കിയിട്ട് സ്റ്റേറ്റ് അത് പബ്ലിഷ് ചെയ്യണം. എങ്ങനെ? നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭനഷ്ടങ്ങൾ നോക്കാണ്ട് സ്റ്റേറ്റ് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. ബുക്സ് ആസ് പെർ ദ നീഡ് ഓഫ് ദ ലേണർ ആൻഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ലേണിംഗ്. ഓരോ ബുക്സ് എങ്ങനെയായിരിക്കണം? ലേണറിന്റെ നീഡിനനുസരിച്ചുള്ള ബുക്സ് ആയിരിക്കണം. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടെക്സ്റ്റ് ബുക്സ് ഇറക്കണം എന്ന്. കണ്ടിന്യൂസ് അപ്ഗ്രേഡേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഇൻ ഫ്യൂച്ചർ ഓൾസോ ദേ റെക്കമെൻഡഡ്. അതുപോലെ അവർ പറഞ്ഞു ടെക്സ്റ്റ് ബുക്സ് ഭാവിയിൽ എന്ത് ചെയ്യണം? അതിന് കണ്ടിന്യൂസ്ലി അപ്ഡേഷനും കൊണ്ടുവരണം അല്ലെ. 10 വർഷം പഴക്കമുള്ള ബുക്കുകൾ നമ്മൾ ഇപ്പോഴും പഠിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പൊ അത്ര അപ്ഗ്രഡേഷൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന്. അപ്പൊ ക്വാളിറ്റിയുള്ള ബുക്സ് കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ ബുക്സ് അപ് ടു ഡേറ്റ് അല്ല. അപ്പൊ നല്ല ഓതേഴ്സിനെ കൊണ്ട് നല്ല ബുക്സ് ഇറക്കണം, സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് ആയിരിക്കണം ഓതേഴ്സ്. സ്റ്റേറ്റ് ആണ് അത് പബ്ലിഷ് ചെയ്യേണ്ടത്. അവർ എങ്ങനെ പബ്ലിഷ്? നോ പ്രോഫിറ്റ് നോ ലോസ് ബേസ്ഡ് പബ്ലിഷ് ചെയ്യണം. ബുക്സ് ലേണറുടെ നീഡിനനുസരിച്ചായിരിക്കണം. ഓൾ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് കൺസിഡർ ചെയ്യണം. കണ്ടിന്യൂസ് അപ്ഗ്രഡേഷൻ വേണം. ഓക്കെ. ഇനി അടുത്തത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. 11th റെക്കമെൻഡേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. 14 വയസ്സിലുള്ള കുട്ടികളെ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം, സൗജന്യമായ വിദ്യാഭ്യാസം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 45 DPSPയിൽ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്ന ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ഏതാ? 21A, ആർട്ടിക്കിൾ 21A. അത് ഏത് അമെന്റ്മെന്റിലാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തെന്ന് അറിയാമെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ. ആർട്ടിക്കിൾ 21A ആണ്. DPSPയുടെ ആർട്ടിക്കിൾ 45 എന്താ പറഞ്ഞത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് അപ് ടു 14 ഇയേഴ്സ്. 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഇനി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ആണ് 12ാമത്തത്. ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ്. ടീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇനി കമ്മീഷൻ പറയുന്നത് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കണം. ടീച്ചേഴ്സിന് നല്ല വിദ്യാഭ്യാസ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണം. അപ്പോൾ അവർ നല്ല പ്രൊഫഷണൽ ആയിട്ട് മാറുന്നതാണ് ഇവർ പറയുന്നത്. അതെങ്ങനെയാണ് അവർ പറഞ്ഞത്? സെക്കൻഡ് 2 ഇയർ പ്രോഗ്രാം ആയിരിക്കണം പ്രൈമറി ടീച്ചേഴ്സിന് കൊടുക്കണ്ടേ. സെക്കൻഡ് ടീച്ചേഴ്സിന് 1 ഇയർ പ്രോഗ്രാമും. അപ്പോൾ ടീച്ചേഴ്സിന് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കുക. പ്രൈമറി ടീച്ചേഴ്സിന് 2 വർഷത്തെ പ്രോഗ്രാമും സെക്കൻഡ് ടീച്ചേഴ്സിന് 1 വർഷത്തെ പ്രോഗ്രാമാണ് പറയുന്നത്. Teachers should be taught in practical skills and training institute include case study, project work, seminars and discussions in teacher programs. ടീച്ചേഴ്സിനെ ജസ്റ്റ് ട്രെയിനിങ് തിയറിറ്റിക്കലി മാത്രം കൊടുത്താൽ പോരാ, പ്രാക്ടിക്കൽ സ്കില്ലും കൂടി ടീച്ചേഴ്സിന് വേണം. അപ്പം അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അതുപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം? കേസ് സ്റ്റഡി, പ്രോജക്റ്റ് വർക്ക് വേണം, സെമിനാർസ് കണ്ടക്ട് ചെയ്യണം, ഡിസ്കഷൻ നടത്തണം. എല്ലാം ടീച്ചേഴ്സ് പ്രോഗ്രാമിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രാക്ടിക്കൽ സ്റ്റഡി കൊണ്ടുവരണം, പ്രാക്ടിക്കൽ സ്കിൽസ് ടീച്ചേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യിക്കണം, അതെല്ലാം അവരെ പഠിപ്പിക്കണം. പിന്നെ സെമിനാർസ്, കേസ് സ്റ്റഡി, പ്രോജക്റ്റ് വർക്ക്, ഡിസ്കഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ടീച്ചേഴ്സ് പ്രോഗ്രാം വരട്ടെ. ഇന്റേൺഷിപ്പ് ഓർ പ്രാക്ടിക്കൽ ടീച്ചിങ്. അതുപോലെ ഇന്റേൺഷിപ്പ് കൊടുക്കണം, പ്രാക്ടിക്കൽ ടീച്ചിങ്ങും കൊടുക്കണം. ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെ കൊണ്ട് ഇന്റേൺഷിപ്പ് ഒരു വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കണം. സ്പെഷ്യൽ കോഴ്സ് ഫോർ ഇൻ സർവീസ് ടീച്ചേഴ്സിന് സ്പെഷ്യൽ കോഴ്സസ് തന്നെ കൊണ്ടുവരണം. ടീച്ചർ പ്രോഗ്രാം ഷുഡ് ബി അപ്ഡേറ്റഡ് ആസ് പെർ ദ നീഡ് ആൻഡ് കണ്ടീഷൻസ്. നീഡ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാമും അതും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. ആൻഡ് ലാസ്റ്റ് റെക്കമെൻഡേഷൻ പറയുന്നത് റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സിനോടുള്ള ബഹുമാനം പറയണേ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ അറിവ് പകർന്നു കൊടുക്കുന്നവരാണ്. അവർ കൊടുക്കുന്ന സർവീസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് മനസ്സിലാക്കി ടീച്ചേഴ്സിന് റേസിംഗ് ബാർ ഓഫ് ടീച്ചേഴ്സ്, അവരുടെ നിലവാരം ഉയർത്തക്ക രീതിയിലുള്ള സാലറി ടീച്ചേഴ്സിന് കൊടുക്കണം. പ്രൊവൈഡിങ് സഫീഷ്യന്റ് സാലറി കൊടുക്കണം എന്ന് കോത്താരി കമ്മീഷൻ പറയുന്നുണ്ട്. അതും ബേസിക് പേ ബാൻഡ്, ഒരു ബേസിക് പേ വെക്കണം. ഓരോ ടീച്ചേഴ്സിന്റെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ടീച്ചിങ് പോസ്റ്റ്, ഏത് പോസ്റ്റാണ് ഇപ്പം നമ്മൾ പറയില്ല ലെക്ചറർ, പ്രൊഫസേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞ പോലെ അവരുടെ ടീച്ചിങ് പോസ്റ്റ് നോക്കിയിട്ട് അവരുടെ ഏരിയ എവിടെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചില ടീച്ചേഴ്സ് ട്രൈബൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഏരിയ അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് അവർക്ക് ഒരു ബേസിക് സാലറി, ഒരു പേ ബാൻഡ് വെക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദേ റെക്കമെൻഡ് എ ഗ്രാന്റ് ഫോർ റിസർച്ച് ബൈ UGC. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് UGCയുടെ ഒരു ഗ്രാന്റ് കൂടെ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. UGC അണ്ടറിൽ ഗ്രാന്റ് കൊടുക്കുക എന്നുള്ളത്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഫോർ ടീച്ചേഴ്സ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലെ ടീച്ചേഴ്സിന് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും കൊടുക്കുക. മോട്ടിവേഷൻ ഫോർ ഫീമെയിൽ ടീച്ചേഴ്സിനെ കുറെ മോട്ടിവേറ്റ് ചെയ്യിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് അക്കോമഡേഷൻ ഫോർ ടീച്ചേഴ്സ് ഇൻ ട്രൈബൽ ഏരിയ. ഈ ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ്ങും അക്കോമഡേഷനും കൊടുക്കുക. ഇത്രയാണ് കോത്താരി കമ്മീഷന്റെ 13 റെക്കമെൻഡേഷൻസ്. ഓക്കെ. അപ്പോൾ റെക്കമെൻഡേഷൻസ് ഇങ്ങനെ 1 by 1 ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ കമ്മീഷനും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും കാണാം. അതുവരേക്കും